ഹായ് ഗൈസ്, ലാലേട്ടൻ തുടരുന്നില്ല സിനിമയിൽ ഒരു തിരിച്ചുവരവ് നടത്തി. ഇപ്പോഴും തുടരുന്നില്ലൊരു സിനിമ OTT-ൽ ഇറങ്ങിയിട്ട് പോലും അതിന്റെ ഒരു ഓൾ ഇപ്പോഴും ഉണ്ട്. ലാലേട്ടൻ ഹൈ ഒരു എനർജി മോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രകാശ് വർമ്മ സംവിധാനത്തില് വിൻസ്മെറ ജ്വൽസിന്റെ ഒരു ആഡ് വന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഒരു പുതിയൊരു വേർഷൻ ഓഫ് ലാലേട്ടനെ ആ ഒരു ആഡിൽ കാണിച്ചതില്ല. പ്രത്യേകിച്ച് ആ ലാസ്റ്റ് ചെയ്തിയൊക്കെ കിട്ടില്ലാന്ന്. ലാലേട്ടന്റെ ആ ഒരു എനർജി, ആ ഒരു സ്വാഗ്, ഓറൊക്കെ ഗംഭീരായിരുന്നു ആ ഒരു ആഡില്. അത് നമുക്ക് റിയാക്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ തരുൺ മൂർത്തി നല്ല സംവിധായകൻ തുടരുന്നൊരു സിനിമ ഗംഭീരമാക്കി തന്നോണ്ട് നല്ലൊരു പടം മാത്രമാണ് കിട്ടിയത്. നമുക്ക് ആ പഴയ ലാലേട്ടന് എന്ന് വെച്ചാൽ ആ ഒരു കുറുമ്പുള്ള കെട്ടിക്കൊടുക്കേണ്ട അത് ഹെവി മാസ് സീനുകൾ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ടച്ച് ചെയ്യുന്ന ഇമോഷൻസ് കാണിച്ചു തരുന്ന, അഭിനയിക്കുന്ന ലാലേട്ടന്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഈ ഒരു ആഡിലുണ്ട്, വിൻസ്മെറ ആഡിലുണ്ട്. അത് നമുക്ക് റിയാക്ട് ചെയ്യാം. പക്ഷെ അതിനു മുന്നേ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് ലാലേട്ടന്റെ ഹൃദയപൂർവ്വത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. നോസ്റ്റു കോംബോ ആണ്. ഇവര് തമ്മിൽ മുൻകാലത്ത് ഇറങ്ങിയ പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആണ്, ഭയങ്കര ഇമോഷണൽ ആണ്, ഭയങ്കര ഫീൽ ഗുഡ് ആയ പടങ്ങളാണ്. TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, പഠനപ്രവേശം, നാടോടിക്കാറ്റ്, ഒരുപാട് പണ്ട് ഇറങ്ങിയ പടങ്ങൾ എല്ലാം കിട്ടലാണ്. ശ്രീനിവാസൻ, സത്യൻ അന്തിക്കാട്, ലാലേട്ടൻ കോംബോ, അത് ഹെവി കോംബോ ആണ്. രഘുനാഥ് പലേരി തിരക്കഥ എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനത്തിൽ വന്ന പിൻഗാമി എന്നുള്ള ലാലേട്ടൻ പടം ഒക്കെ കിട്ടലാണ്. തിലകൻ, ലാലേട്ടൻ ഹെവിയായി അഭിനയിച്ച അടിപൊളി പടമായിരുന്നു. അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. സത്യൻ അന്തിക്കാട് ലാലേട്ടൻ കോംബോയില് ഹിറ്റ് അടിച്ച നമുക്കൊരു ഫീൽ ഗുഡായ ഒരുപാട് പടങ്ങളുണ്ട്. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയ പടങ്ങളൊന്നും എന്താ പറയാ ഒരു ടച്ചിങ് ആയിരുന്നില്ല. പ്രത്യേകിച്ച് സത്യൻ അന്തിക്കാട് തിരക്കഥ എഴുതുന്ന പടങ്ങളാണ് അവർ തമ്മിൽ ആ ഒരു കോംബോ വർക്കൗട്ട് ആവാതെ വന്നത്. ഇന്നത്തെ ചിന്താവിഷയം, രസതന്ത്രം, സ്നേഹവീട് പിന്നെയും ഭേദപ്പെട്ടതാണ് ഈ ഒരു വിഭാഗത്തില്. പക്ഷെ സത്യൻ അന്തിക്കാട് റൈറ്റിംഗ്സിനെക്കാളും സംവിധാനം അടിപൊളിയാണ്. റൈറ്റിംഗ്സിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഉപദേശം മോഡലാവുന്നുണ്ട് പടം. അപ്പൊ ആ ഒരു മോഡൽ ആവരുത് ഈ ഒരു പടം നല്ലൊരു ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ലാലേട്ടൻ ഒന്ന് കരകയറി വന്നതാണ്, തിരിച്ച് താഴേക്ക് പോകരുത്. അവ നേരെ ടീസറിലോട്ട് പോവായോ. ടീസറിന്റെ തമ്മില് ലാലേട്ടൻ നല്ല രസമുണ്ട്, ഒരു കുറുമ്പുള്ള ലാലേട്ടനൊക്കെ കാണുന്നുണ്ട്. Where are you from? Kerala. Oh, nice. ലാലേട്ടാ, I love Malayalam film industry. Very sensible. But my girlfriend, she's totally Bollywood style. Okay. You saw this stuff? I'm doing just for her. But I love Fafa, man. Papa. Fahad Fasil. Oh. Avesham, Kumbalangi Nights. What a performance. Ice drama. Kadak. But we have good senior actors also. No. Only Fafa. Only Fafa? Yes. ഹൃദയപൂർവം ട്രിബ്യൂട്ടാണോ? കിടിലം ടീസർ ആയിട്ടുണ്ട്. എന്താണ് സിനിമയുടെ വിഷയം എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഒരുപാട് ലാലേട്ടന്റെ പല ഇമോഷൻസും പല ചിരികളും മുഖഭാവങ്ങളൊക്കെയാണ് ടീസറിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ നല്ല രസമുണ്ടത്. ഒരു പഴയ ലാലേട്ടൻ വൈബ് കിടക്കുന്നുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമളയിലെ സംഗീതമുണ്ട്. സംഗീതം എന്നല്ലേ അവരുടെ പേര്? അതെ. പിന്നെ ലാലു, അലക്സ്, സിദ്ദിഖ്, സംഗീത പ്രതാപ് ഉണ്ട്. തുടരും സിനിമ ചെയ്ത പോലെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടാ? എന്തായാലും പുള്ളിക്കാരൻ വന്ന് എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിക്കാണ്ട് പോവില്ല. ലാലേട്ടൻ സംഗീത കോംബോ അടിപൊളിയാവാനുള്ള സാധ്യതയുണ്ട്. തുടരുന്നില്ല സിനിമയിൽ നമുക്ക് കുറച്ച് സമയം ഒരു കോംബോ കിട്ടിയില്ല. ഇതിലെന്തായാലും ഉടനീളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തോന്നുന്നു. ഇതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടാളും കോംബോ ഉള്ള ഒരു പോസ്റ്റർ ആയിരുന്നു. അപ്പം കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതൊരു ഫൺ മൂവിയാണെന്ന് തോന്നുന്നു. ഒരുപാട് കോമഡി സംഭവങ്ങളും അതിന്റെ കൂടെ ചെറിയ സത്യൻ അന്തിക്കാട് പടമല്ലേ, അപ്പൊ എന്തായാലും കുറച്ച് മെസ്സേജ് ഉള്ള കാര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഓവറോൾ ഒരു ഫൺ ഫീൽഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാളവിക മോഹൻ ഉണ്ട്. അവരും ലാലേട്ടനും സംഗീതമായിട്ടുള്ള ഒരു പോസ്റ്ററും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 28 ഓഗസ്റ്റിനാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഓണത്തിന് അടുത്ത റിലീസ് ചെയ്യാൻ പോകുന്നത്. അന്ന് തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര, നസ്ലനും കല്യാണി പ്രിയദർശനും ഒക്കെ ഉള്ള ദുൽഖർ സൽമാൻ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു പടം ഇറങ്ങാൻ പോകുന്നു. ഓഗസ്റ്റ് 28-നാണ്. ഓഗസ്റ്റ് 29-ന് ഫഫയുടെ ഓടും കുതിര ചാടും കുതിര ഇറങ്ങാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയ്ൻ നിഗത്തിന്റെ ബാൾട്ടി ഇറങ്ങാൻ പോകുന്നുണ്ട് 29-ന്. അങ്ങനെ ഓണത്തിന് ഇങ്ങനെ 4-5 പടങ്ങൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ പൊളിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തുടരുന്നില്ല സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ ഉണ്ടായ ഒരു കോൺഫിഡൻസ്, ആ ഒരു സന്തോഷം എല്ലാം ഈ ഒരു സിനിമയ്ക്ക് ഒരു പോസിറ്റീവായി മാറും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഈ വിൻസ്മെറ ആഡ് വീഡിയോയിലും അതിന്റെ ഒരു ഹാപ്പിനെസ് ഫ്രഷ്നെസ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം ഇത് അതൊക്കെ മേലെ ആവട്ടെ. ഇത് ലാലേട്ടൻ
ഈ ഒരു തിരിച്ചു വരവുണ്ടല്ലോ അത് ഉയരങ്ങളിൽ എത്തട്ടെ. ലാലേട്ടനെ ഡിസർവ് ചെയ്ത ഒരു അംഗീകാരം, ലാലേട്ടനെ ഡിസർവ് ചെയ്യുന്ന ഒരു പ്രശസ്തി, ഫെയിം ഒന്നും അത്ര കിട്ടിയിട്ടില്ല. പിന്നെ ഈ ടീസറിൽ ഫഫേനെ പറഞ്ഞത് അടിപൊളിയാക്കിനി. ഒന്നാമത് ലാലേട്ടന് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഫഫ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള നടന്മാർ ആരാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഡയറക്റ്റ് ആയിട്ട് ഫഫയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് നല്ല രസമുണ്ട്. വേറൊരാൾ വന്ന് ലാലേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിനോട് അത് പറയുന്നതും ലാലേട്ടന്റെ സീനിയർ ആക്ടർ ഉണ്ട് എന്ന് പറയുന്ന റിയാക്ഷൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ട്, വളരെ ഈസി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ സിനിമയ്ക്ക് കട്ട വെയിറ്റിംഗ് ആണ്. ആഗസ്റ്റ് 28 ടോട്ടലി വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഈ ടീസർ കണ്ടു? എങ്ങനെയുണ്ട് ടീസർ? ഇത് അടിപൊളിയാവോ? എങ്ങനെയുണ്ടാവും സത്യനന്ദിക ലാലേട്ടൻ കോംബോ? വർക്കാവോ? ഇത് അടിപൊളി ഹിറ്റ് അടിക്കുവോ? ലാലേട്ടൻ ഒരു തേരോട്ടത്തിലാണുള്ളത്. ആ ഒരു തേരോട്ടം കുതിച്ച് പൊളിച്ചെടുക്കൂലേ? എന്തൊക്കെയാണ് ഈ ടീസറിനെ കുറിച്ചും സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ താഴെ മറക്കാതെ കമന്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.